Once again, a warm good evening to one and all present here for the valedictory function of the 7-day online national conference, Critique and Constructions, Contemporary Writings on Histories of Kerala from 24th February to this day, conducted by the Department of History, Sri Shankaracharya University of Sanskrit, in honor of our beloved professors, Dr. A. Paslithil and Dr. M.T. Narayanan, on their retirement. In fact, my heart is brimming with mixed emotions. In one way, we are very happy and proud for the successful completion of this conference, where most of the presentations and erudite lectures delved into hitherto unexplored territories and landscapes of Kerala's past and histories. In the other way, this is an occasion where we are bidding farewell to our most respected and intimate colleagues, Professor Paslithil and Professor M.T. Narayanan, who are officially retiring in the coming months. We have been together as faculty members of the department for more than 2 decades. The Department of History of our university has evolved into this present stature with the enormous and meticulous efforts and endeavors, both in the field of academics and administrative, of these two great teachers. As members of the department, we greatly owe them. They have always been with us in times of troubles and turmoils and ups and downs of the institution. Without any shadow of doubt, we can say that they are great academicians. They are not only great academicians but also great. They are not only great academicians and administrators, but also they are genuine human beings. On behalf of the department, I wish them a very fruitful and prosperous post-retirement academic as well as personal life. Friends, due to paucity of time, I'm not extending further. In this session, we have our Honorable Vice Chancellor with us, along with Professor Arunima and other dignitaries. Without further delay, may I now request Dr. Abhilash Malil, Assistant Professor, Department of History, to welcome this auspicious gathering. Over to you, Abhilash. Hello, Abhilash. ഹലോ, നന്ദി ആനി ടീച്ചർ. ഇത് വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഏതാണ്ട് 14-15 ലെക്ചറുകളിൽ നീണ്ടു നിന്ന ഒരുപക്ഷെ ഇന്ത്യയിലെ ഇപ്പോൾ നടക്കുന്ന വെബിനാർ സീരീസുകളുടെ ഗണത്തിൽ ഏറ്റവും പ്രധാനമായി പരിഗണിക്കപ്പെട്ടിരിക്കുന്ന ഒരു സീരീസായി നടത്തുവാൻ നമുക്ക് കഴിഞ്ഞു. അതിൻ്റെ അവസാന വാലഡിക്ടറി സെഷനിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഈ സെമിനാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാലടി സംസ്കൃത സർവകലാശാലയിലെ ചരിത്ര വിഭാഗത്തെ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, കേരളത്തിനും പുറത്തും അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര ഗവേഷകരുടെ ഒരു കേന്ദ്രമായി മാറ്റുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച 2 അധ്യാപകർ അവരുടെ ഔദ്യോഗിക സർവീസിൽ നിന്ന് തൽക്കാലത്തേക്ക് വിരമിക്കുന്ന വേളയെ ഓർമ്മിക്കാൻ വേണ്ടി കൂടി നമ്മൾ സംഘടിപ്പിച്ചതാണ്. ഈ പരിപാടിയുടെ വളരെ വിജയകരമായ നടത്തിപ്പിന്റെ അവസാനം നടക്കുന്ന വാലഡിക്ടറി സെഷനിൽ പങ്കെടുക്കുന്ന വ്യക്തികൾക്ക്, അതിഥികൾക്ക്, ചരിത്ര പണ്ഡിതർക്ക്, ഗവേഷകർക്കൊക്കെ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ ചുമതല. ആദ്യമായി ഈ പരിപാടിയുടെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാവിധ അക്കാദമികമായ പ്രവർത്തനങ്ങൾക്ക് നിരന്തരമായ പ്രേരണയും ശക്തിയും ഒക്കെയായി പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഞങ്ങളുടെ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ധർമ്മരാജ് ആടാട്ടാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ പരിപാടിയുടെ ഉദ്ഘാടകനായി ഇവിടെ എത്തിയ ഡോക്ടർ ധർമ്മരാജ് ആടാട്ടിനെ വിനയപുരസ്സരം ഈ ചരിത്ര വിഭാഗത്തിനു വേണ്ടി, അവിടുത്തെ ഗവേഷക വിദ്യാർത്ഥികൾക്ക് വേണ്ടി, മുഴുവൻ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആരുടെയും പേരിൽ സ്നേഹത്തോടുകൂടി, ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. രണ്ടാമതായി ഈ പരിപാടിയിൽ പ്രഭാഷണം നടത്തുവാനും ഈ പരിപാടി വിരമിച്ച് ഞങ്ങൾ യാത്രയയപ്പ് നൽകുന്ന
ഞങ്ങളുടെ ചരിത്ര അധ്യാപകരുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത് കേരളത്തിലെ ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്ര ഗവേഷണ കൗൺസിലുകളിൽ ഒന്നായിട്ടുള്ള കേരളത്തിലെ ചരിത്ര ഗവേഷക കൗൺസിലിന്റെ ഡയറക്ടർ പ്രൊഫസർ ജി അരുണിമ അവർകളാണ്. ജി അരുണിമ അവർകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കേരളത്തിലെ ആധുനിക കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രത്തിൽ, സാംസ്കാരിക ചരിത്രത്തിൽ നിർണായകമായ നിലപാടുകൾ മുമ്പോട്ട് വെക്കുകയും നമ്മളെ ഒക്കെ തന്നെ, നമ്മളുടെ വായനയെ ചിന്തയൊക്കെ തന്നെ ഒരു പ്രത്യേക തരത്തിൽ സ്വാധീനിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയും അക്കാദമിഷ്യനുമാണ് ഡോക്ടർ ജി അരുണിമ. ഡോക്ടർ ജി അരുണിമയാണ് ഈ വേദിയിൽ, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മറ്റൊരു പണ്ഡിത വ്യക്തിത്വം. ഡോക്ടർ ജി അരുണിമയെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കാൻ ഞങ്ങൾ സംസാരിക്കുന്നത് ചരിത്ര വിഭാഗത്തിലെ കാലടി സംസ്കൃത യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര വിഭാഗത്തിലെ പ്രൊഫസർ സൂസൻ തോമസ് അവർകളാണ്. സൂസൻ തോമസ് അവർകളെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത, ഈ മീറ്റിംഗിൽ ഡോക്ടർ പസലിത്തിന്റെയും ഡോക്ടർ MT നാരായണൻ മാഷിന്റെയും അനവധി ശിഷ്യഗണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട അക്കാഡമിക് കോൺട്രിബ്യൂഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന, ഒരു പക്ഷേ തങ്ങളുടെ ഗുരുസ്ഥാനീയരുടെ അക്കാഡമിക ജീവിതത്തെക്കുറിച്ച് കൃത്യമായി അല്ലെങ്കിൽ വളരെ ഇൻ ആൻഡ് ഔട്ട് മനസ്സിലാക്കിയിട്ടുള്ള 2 ഗവേഷകർ നമ്മളുടെ കൂടെയുണ്ട്. ഞങ്ങളുടെ സുഹൃത്തുക്കൾ കൂടിയാണ് അവർ. ഒന്ന് പസലിത്തിൽ മാഷയുടെ കീഴിൽ ഗവേഷണം നടത്തുകയും ഇന്ന് കോഴിക്കോട്ടെ ഫറൂഖ് കോളേജിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിൽ ചരിത്രാധ്യാപകനായി സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഡോക്ടർ A അനസാണ്. അനസ് സാറിനെ ഈ വേദിയിലേക്ക്, ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ കോഴിക്കോട് നഗരത്തിന്റെ, കേരളത്തിലെ ബ്രിട്ടീഷ് മലബാറിലെ അർബനൈസേഷനെ കുറിച്ച് വിപുലമായ തരത്തിൽ അന്വേഷണ പഠനങ്ങൾ നടത്തിയ കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ചരിത്ര വിഭാഗം അധ്യാപകനായിട്ടുള്ള ഡോക്ടർ ഷിനോയ് ജസന്ത് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഷിനോയ് ജസന്തിനെ ഈ വേദിയിലേക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഔപചാരികതയോട് കൂടി തന്നെ സ്വാഗതം പറയേണ്ട 2 ആളുകൾ ഈ മീറ്റിംഗിൽ നമ്മൾ അനുമോദിക്കുന്ന, നമ്മൾ ഔദ്യോഗികമായി വിട പറയുന്ന, സേവനത്തെയൊക്കെ പുരസ്കരിക്കുന്ന 2 ആളുകളാണ്. ഡോക്ടർ പസലിത്തിൽ സാറാണ്. പസലിത്തിൽ സാർ ഈ മീറ്റിംഗിലുണ്ട്. പസലിത്തിൽ സാറിനെ ഔപചാരികതയ്ക്ക് വേണ്ടി മാത്രം ഈ വേദിയിലേക്ക്, ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെയുള്ളത് MT നാരായണൻ മാഷാണ്. MT നാരായണൻ മാഷ് ഈ പരിപാടിയിൽ വളരെ സാങ്കേതികമായ ചില തടസ്സങ്ങളാൽ അദ്ദേഹത്തിന് ഈ പരിപാടിയിൽ ഓൺലൈനായി പങ്കെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ അറിയിച്ചിട്ടുണ്ട്. എങ്കിലും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സ് ഇവിടെ ഉണ്ടെന്നറിയാം. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ഇത്രയും ആളുകളെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്ത് ഈ പരിപാടിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ വേണ്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ട വൈസ് ചാൻസലർ പ്രൊഫസർ ധർമ്മരാജ് ആടാട്ട് അവர்களോട് അപേക്ഷിക്കുന്നു. നന്ദി സർ. Nandi Abhilash. Now it is time for the presidential address. May I now invite Professor Dharmaraj Adat, Honorable Vice Chancellor of the University, to deliver the presidential address. Hello. Yes. പ്രിയമുള്ളവരെ, വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ് ഇത്. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ചരിത്ര വിഭാഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 7 ദിവസമായി കേരള ചരിത്ര രചനയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള കോൺഫറൻസ് നമ്മുടെ ചരിത്ര വിഭാഗത്തിലെ പ്രഗത്ഭരായ 2 അധ്യാപകർ അവർ സംസ്കൃത സർവകലാശാലയിൽ നിന്നും പിരിഞ്ഞു പോകുന്ന അവസരം
പ്രമാണിച്ചുകൊണ്ട്, അവരെ ആദരിച്ചുകൊണ്ട്, അവരുടെ സംഭാവനകളെ അംഗീകരിച്ചുകൊണ്ട് 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ അക്കാദമിക സെഷൻ നടത്തി എന്നുള്ളത് വളരെ സന്തോഷകരവും അഭിമാനകരവുമായ കാര്യമാണ്. നമുക്കറിയാം, COVID-19 എന്ന മഹാമാരിയുടെ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കോവിഡ് പ്രോട്ടോകോൾ ശക്തമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. എത്ര വലിയ മഹാമാരിയാണെങ്കിലും അതിനെ അതിജീവിക്കാനായിട്ട് നമുക്ക് കഴിയുമെന്ന് നമ്മൾ അടുത്ത കാലങ്ങളിലുണ്ടായ വെള്ളപ്പൊക്കം അടക്കമുള്ള COVID-19 എന്ന മഹാമാരി അടക്കമുള്ള കാര്യങ്ങളെ കേരളം ഒറ്റക്കെട്ടായി അതിജീവിച്ചതിന്റെ ചരിത്രം നമ്മോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇത്തരം പ്രതിബന്ധങ്ങളൊന്നും ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ അക്കാദമിക പ്രവർത്തനങ്ങളെ തടയാനായിട്ട് പര്യാപ്തമല്ല എന്ന് നമ്മളുടെ നിരന്തരമായ അക്കാദമിക പ്രവർത്തനങ്ങളെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. അതിലേറ്റവും ഒടുവിലത്തെ അക്കാദമിക പരിപാടിയാണ് ഇപ്പോ ഇവിടെ പൂർത്തീകരിക്കാനായിട്ട് പോകുന്നത്. പ്രാദേശിക ചരിത്ര രചനകളുടെ പ്രാധാന്യം ചരിത്രകാരന്മാരായ നിങ്ങളോട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കൂടുതൽ ആഴങ്ങളിലുള്ള പഠനവും ഗവേഷണവും വിശകലനവും വിമർശനവും ഒക്കെ ഇനിയും ശക്തിപ്പെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ള പ്രബന്ധാവതരണങ്ങളും ചർച്ചകളും നമ്മെ നിഗമിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ചർച്ചകൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനും കേരള ചരിത്ര രചനയിലെ ഗുണപരമായ മാറ്റങ്ങൾക്ക് ആക്കം കൂട്ടുവാനും പുതിയ ചരിത്ര വിദ്യാർത്ഥികൾക്ക് കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിവിടെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാൻ കൂടി ആഗ്രഹിക്കുകയാണ്. കേരളത്തിന്റെ ചരിത്ര രചനയിൽ ഒരുപക്ഷെ മറ്റേതൊരു അക്കാദമിക പണ്ഡിതന്മാരെ പോലെ തന്നെ സംഭാവന ചെയ്ത നിരവധി ഗ്രന്ഥങ്ങളിലൂടെ കേരളീയരെ പഠിപ്പിച്ച ഒരു വ്യക്തിയെ കുറിച്ചാണ്. അത് മറ്റാരുമല്ല, കേരള പിറവിക്ക് ശേഷം ആദ്യത്തെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട EMS തന്റെ രചനകളിലൂടെ അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ കേരള ചരിത്ര ഗ്രന്ഥത്തിന്റെ പേര് തന്നെ കേരളം മലയാളികളുടെ മാതൃഭൂമി എന്നായിരുന്നു നാം ഓർക്കേണ്ടതുണ്ട്. ആ ഗ്രന്ഥം മാത്രമല്ല, കേരളത്തിന്റെ ദേശീയ പ്രശ്നം അടക്കമുള്ള നിരവധി ഗ്രന്ഥങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും അദ്ദേഹം മലയാളികൾക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ മാർക്സിയൻ ദർശനത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ചരിത്ര രചന എങ്ങനെ സാധ്യമാക്കാമെന്ന് മലയാളികളെ
പഠിപ്പിച്ചത് EMS ആയിരുന്നു. അദ്ദേഹത്തിന്റെ രചനകളെ കൂടുതൽ ആഴത്തിൽ പഠിക്കാനോ വിശകലനം ചെയ്യാനും വിമർശിക്കാനും നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് ചരിത്രകാരന്മാരോട് പറയാനുള്ളത്. കാരണം അക്കാദമിക പണ്ഡിതന്മാരുടെ അവഗണന ഒരുപക്ഷെ അക്കാദമിക രംഗത്ത് സജീവമായ ചർച്ചാ വിഷയമായി EMSന്റെ കോൺട്രിബ്യൂഷൻ പരാമർശിക്കാതിരിക്കുന്നതിന് കാരണമായിട്ടുണ്ടോ എന്നുള്ളത് വിശകലനം ചെയ്യേണ്ടതാണ്. അക്കാദമിക സമൂഹം ഗജനിമീലനം കൊണ്ട് മാറ്റി നിർത്തിയാലും കേരളീയർ അവരുടെ മനസ്സാ ഏറ്റെടുത്ത നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ് EMS. അദ്ദേഹം ചരിത്രകാരനല്ലായിരിക്കാം, രാഷ്ട്രീയക്കാരനായിരിക്കാം, സാംസ്കാരിക പ്രവർത്തകനായിരിക്കാം, മറ്റു പല മേഖലകളിലും നിറഞ്ഞു നിന്ന ആ വ്യക്തിയുടെ സംഭാവനകൾ അത് പുതിയ ചരിത്ര രചനയിൽ എന്തൊക്കെ സ്വാധീനമാണ് ചെലുത്താൻ കഴിയുന്നത്, ചെലുത്തിയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ സമഗ്രമായ ഒരു വിശകലനത്തിനും പഠനത്തിനും വിധേയമാക്കാനായിട്ട് ചരിത്രകാരന്മാർ മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് ഈ വേളയിൽ ചരിത്രകാരന്മാരോട് അഭ്യർത്ഥിക്കാനുള്ളത്. ചരിത്ര വിദ്യാർത്ഥികൾ അത് വളരെ ഗൗരവത്തിൽ ഏറ്റെടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രത്യേകിച്ചും പ്രാദേശികമായ ചരിത്ര രചനയുടെ പ്രസക്തി നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ചരിത്രത്തെ ആകമാനം ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിൽ ഇന്ത്യൻ ഭരണാധികാരികൾ അടക്കം വളരെ ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ നമ്മുടെ ചരിത്രത്തെ ചേർത്ത് പിടിക്കാനുള്ള, അത് ജനങ്ങളുടെ ചരിത്രമാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനുള്ള കഴിവ്, ആ കഴിവ് ആർജിക്കുവാനായിട്ട്, അതിലേക്ക് വെളിച്ചം നൽകുവാനായിട്ട് അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഈ 7 ദിവസം നീണ്ടു നിൽക്കുന്ന കോൺഫറൻസ് സംഘടിപ്പിച്ച ചരിത്ര വിഭാഗം അധ്യാപകർക്ക്, പ്രത്യേകിച്ച് അതിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള ഡോക്ടർ KM ഷീബ, അതുപോലെ തന്നെ മറ്റ് പ്രവർത്തകരും, അവർക്ക് എല്ലാവിധ ആശംസകൾ നൽകുന്ന, അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നിയമത്തിന്റെ കുരുക്കിൽപ്പെട്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മളോട് വിട പറയുന്ന പ്രിയപ്പെട്ട ഡോക്ടർ പസൽത്തിൽ ആൻഡ് MT നാരായണൻ, ഈ രണ്ടുപേരും സംസ്കൃത സർവകലാശാലയോട് കാണിച്ചിട്ടുള്ള അഗൈതവമായിട്ടുള്ള സ്നേഹവായ്പ്, സമർപ്പണ ബുദ്ധി, സമർപ്പിതമായ പ്രവർത്തന ശൈലി, അതൊക്കെ തുടർന്നും നമുക്ക് ലഭ്യമാകുമെന്നും തുടർന്നുള്ള ദിവസങ്ങളിൽ തങ്ങളുടെ മേഖലകളിൽ കരുത്തുറ്റ ഒരുപാട് സംഭാവനകൾ ചെയ്യാനായിട്ട് അവർക്ക് കഴിയട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Now we are moving to the valedictory address. Professor Arunima, Director, Kerala Council for Historical Research, will make the valedictory address. Over to you, ma'am. Thank you. Thank you so much. I'm very honored to be asked here today. I first want to give my very best wishes to Sri Paslathil and Sri MT Narayanan, who are retiring, and what a beautiful way to honor the work of teachers. So I think congratulations are due once again to Shiva, whose imagination has, in the last many months, when most of us have been completely rendered sort of comatose almost by the pandemic, she has utilized this opportunity and sort of brought
an amazing set of discussions for historians and for social scientists interested in Kerala. So thank you, Shiva, and your group of friends and students who have made this possible. I am also very grateful that you have recorded these lectures because I couldn't join in most often, but I have been listening to some of these and they are absolutely top class. So it's a wonderful, wonderful contribution. What a wonderful way to honor your colleagues. I wanted to take this opportunity to actually speak about something slightly different. The Vice Chancellor has already indicated a certain aspect of that, but I want to take it in a slightly different direction. And on a more somber note, really, because we are speaking about history at a time when public universities and the discipline of history itself is under enormous attack, I would say. Let us not even shy away from words like attack. Many of our institutions are being dismantled. Many of our disciplines are under enormous threat. So what should students and practitioners of history or social sciences studying Kerala do? And this is a question, of course, which is not restricted only to Kerala and those of us who are practitioners in the field of Kerala studies. It's really for those of us who care about the ways in which the past is written and represented. And I think that this is something that, especially, and I speak now directly to students of history, this is something that we cannot run away from anymore. Whatever our thesis topic might be, whatever our research project might be. A long time back when I first finished my PhD and I started teaching almost 30 years ago, I used to tell my students that you must research only that which makes you happy. And you must only research that which gives you a certain kind of joy. Today, I would actually change that sort of formulation of what one must research on and say that the historian's task is really to address the kinds of questions that are staring us in the face, the kinds of crises of religion and caste, the kinds of dilemmas of gender and sexuality, the kinds of issues about labor, about people on the margins of society. There are so many issues of that kind. And when I was actually looking at the titles of the work that was actually presented here, I was struck by how much wonderful new work is being done at the moment. So one of the things that I do want to say to my younger colleagues in the field, many of whom are extremely talented young historians, that they must publish and publish more. But not only must they publish for an academic audience, it is extremely important, in fact, I would say it's imperative, that one actually engages in the public domain. The historian cannot afford any longer to hide in archives or go and hide in libraries, even as much as those of us who do this love to do so. I mean, given half a chance, in fact, when I heard that this lecture series was in the honor of 2 scholars who were retiring, I thought, oh my God, I've been counting the years towards my own retirement for so long. In fact, I've even contemplated BRS so that I can sit and hide somewhere and write. But I don't think it's possible anymore to hide. I don't think it's possible to beaver away in the library or the archive. I think we have to be there in the public domain because there is a huge sort of fraught field of history that we have to recover. We cannot allow the past to be written in particular kinds of ways. We cannot allow a certain kind of narrative to have far more predominance over other narratives. We have to open up the field in such a way that the sort of messy, complex, layered kind of idea of history that we know to be true. And I think we also need to actually uphold the idea of truth. We do need to speak to the idea of history and truth, not in terms of objectivity, but in terms of a certain kind of ethical responsibility that exists in the writing of history itself. So what I want to actually say to you, as especially to young students of history, is that each time you pick up a book and read, each time you read a historian, it's not just an opinion, it's about ways in which the past has been imagined. You need to engage that.
you need to engage that and ask whether this is a credible kind of story for you. If it doesn't feel credible, you need to go out and find new ways of thinking about that past. We shouldn't shy away from questions. We cannot shy away from discussion. We cannot shy away from dissenting. We do need to use this opportunity to be a public intellectual, to be a historian, to be a writer, to be a teacher, to be a student who thinks differently. So I think it's extremely important at this historical juncture that students of history must take the lead in recovering the past from those forces who want us to think that the history of India was completely different and might actually sort of be funneled into imagining a certain kind of, majoritarian kind of view of what this country's history has been, which we know not to be true. So therefore, for ethical considerations, it is the task of the historian, and it's the task of the history teacher, and it's the task of the history student to begin to actually engage far more intensively in the public domain, so that a little bit of the wonderful new work that is being done now can actually reach larger and larger sets of people. And those of us who can actually read and write in different languages do actually need to do so. We cannot restrict ourselves to an Anglophone audience. മലയാളത്തിലും എഴുതേണ്ടി വരും. എനിക്കറിയാം ഇവിടെ ഉള്ള ചിലവരൊക്കെ എഴുതാറുണ്ട്. പക്ഷെ മിക്ക ഹിസ്റ്റോറിയൻസും ഒരു അക്കാദമിക് ഫീൽഡിൽ നിൽക്കുന്ന ഹിസ്റ്റോറിയൻസും മലയാളത്തിൽ എഴുതാറില്ല. അതുകൊണ്ട് നമ്മൾ ഇനി അത് ചെയ്യേണ്ട ഒരു മസ്റ്റാണ്. അതിൽ നിന്ന് നമുക്ക് ഇനി മാറാൻ ഒരു ഇടവുമില്ല. അത് ചെയ്തില്ലെങ്കിൽ ഹിസ്റ്ററി നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. നമ്മൾ അങ്ങനത്തെ ഒരു ഒരു സന്ദർഭത്തിലാണ് ഈ ഒരു വാലഡിക്ടറി ഫംഗ്ഷൻ നടക്കുന്നത്. So with these few words, let me stop here now. Thank you, Shiva, for putting this together. It's a huge contribution. I hope something by way of a volume, a collection of essays will come out of this. I have to say I'm still part of a different kind of regime of intelligibility. I prefer the written word to webinars. I actually prefer seminars where we can meet one another rather than the electronic mode. But I think you have actually most creatively utilized this very sort of difficult circumstance and brought something really beautiful for us to actually use and sort of engage with for a long time to come. Thank you so much. Thank you, Professor Arunima. She was in fact reminding us for the need, reminding us the critical junctures we are going through and the need for writing public histories. So friends, it's time for felicitations. I request Dr. Susan Thomas, Professor, Department of History, to offer felicitation. Dr. Susan, please. Hello, Dr. Susan. Susan, are you there? So we may postpone her felicitation to as the next felicitation. Now I request, now we know that many a number of research scholars who have successfully completed their doctoral degree with the guidance and supervision of both Dr. Paslithil and Dr. M.T. Narayanan. Oh, sorry, Susan, can you offer the felicitation now? Dr. Susan, please. Over to you, Susan. Susan, hello. Hello, Susan. Okay, so now we are just moving to the next felicitation. As we know that many number of students have completed their doctoral degree with the guidance and supervision of both Dr. Paslithil and Dr. M.T. Narayanan. They are amidst us today.
I'm very sure that they have much to talk about their beloved teachers. Dr. Anas C. Is a faculty. He's an assistant professor with the Department of History, Farooq College, and who has completed his PhD with Dr. Paslithil. Is with us. Dr. Anas C. will be offering a few words as felicitation. Dr. Anas. Yes, good evening to all. Thank you, teacher. കേൾക്കാവോ? ഞാൻ വീട്ടിലല്ല, വഴിയിലാണ്. ഞാൻ പസ്ലിത്തിൽ മാഷിനെ കുറിച്ചുള്ള ഒരു പരിചയമാണ് ഇവിടെ നടത്തുന്നത്. പ്രധാനമായും ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയുടെ ചരിത്ര ഡിപ്പാർട്ട്മെന്റിലെ ജനാധിപത്യപരമായും രാഷ്ട്രീയമായും ഒക്കെ കാഴ്ച നൽകിക്കൊണ്ട് ഗവേഷണത്തിലേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടെത്തിച്ച ഒരു വ്യക്തി കൂടിയാണ് പസ്ലിത്തിൽ മാഷ്. അതേപോലെ തന്നെ പ്രൊഫസർ MT നാരായണൻ മാഷിനും ഇത്തരത്തിലുള്ള പല വ്യത്യസ്തമായ ഗുണങ്ങളുമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഷിനോയുടെ സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നില്ല. കൊല്ലം ജില്ലയിലെ ചടയമംഗലം സ്വദേശിയാണ് പസ്ലിത്തിൽ മാഷ്. 1960-70 കാലഘട്ടങ്ങളിൽ ചടയമംഗലവും കൊല്ലത്തുള്ള കോളേജുകളിലെല്ലാം അദ്ദേഹത്തിന്റെ ആദ്യകാല പഠന മേഖല. പിന്നീട് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും MA എടുക്കുന്നു. ഉടൻ തന്നെ ബാച്ചലർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിൽ അദ്ദേഹത്തിന് ഡിഗ്രിയുണ്ട്. LLB കാരനാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ PhD തലക്കെട്ട് ദി കേരള ഗ്രന്ഥശാല സംഘം ആൻഡ് ഇറ്റ്സ് സോഷ്യോ കൾച്ചറൽ കോൺട്രിബ്യൂഷൻസ് എന്നതാണ്. അദ്ദേഹത്തിന്റെ അധ്യാപന പരിചയം 22-23 വർഷത്തോളം ഉണ്ട്. ഏകദേശം 7 PhD തീസിസുകൾ അദ്ദേഹത്തിന് കീഴിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 6 സ്കോളേഴ്സ് അദ്ദേഹത്തിന്റെ കീഴിൽ റിസർച്ച് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പഠന മേഖല പ്രധാനമായും മോഡേൺ കേരള ഹിസ്റ്ററി എന്നതാണ്. അതിൽ പ്രധാനമായും പ്രസ്ഥാന ചരിത്രം എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഒരു പരിഗണന ആദ്യ കാലഘട്ടങ്ങളിൽ കാണാം. അതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ ആ പുസ്തകം പബ്ലിക് ലൈബ്രറി മൂവ്മെന്റ് ഇൻ കേരള 2006 ഡൽഹിയിൽ നിന്ന് കൽപ്പാസാണത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 30-ലധികം ഗവേഷണ പ്രബന്ധങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 40-50 ദേശീയ സെമിനാറുകളിൽ പ്രബന്ധം അവതരിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ അദ്ദേഹം ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ്, സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ്, ഓൾ ഇന്ത്യ ഓറിയന്റൽ കോൺഫറൻസ്, കേരള ലൈബ്രറി അസോസിയേഷൻ, കേരള ഹിസ്റ്ററി അസോസിയേഷൻ തുടങ്ങിയ ബോഡികളിലെല്ലാം മെമ്പറാണ്. അദ്ദേഹത്തിന്റെ പഠനങ്ങൾ പ്രധാനമായും ആ പ്രബന്ധങ്ങളൊക്കെ നോക്കുമ്പോൾ തലക്കെട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പ്രധാനമായും ആധുനിക കേരളത്തിലെ മതവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ, പാരിസ്ഥിതികത, വിമൺ ഇഷ്യൂസ്, ലിറ്ററസി, പീപ്പിൾസ് പ്ലാൻ, ഉന്നത വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെയുള്ള പല മേഖലകളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആലോചനകൾ, ആ ആലോചനകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് അദ്ദേഹം അതിന്റെ ഊന്നുന്നത്. ഒപ്പം തന്നെ അത്തരത്തിലുള്ള ഒരു ആലോചനയുടെ ഭാഗമായി അദ്ദേഹത്തിന്റെ ഗവേഷണ വിദ്യാർത്ഥികളെയും അത്തരത്തിലുള്ള മേഖലകളിൽ എത്തിച്ചുവിടാൻ ശ്രമിക്കാറുണ്ട്. അതിലേറെയും കുറഞ്ഞും ഒക്കെ അദ്ദേഹം വിജയിക്കുന്നുണ്ട്. പൂർണ്ണമായും അദ്ദേഹം ഉദ്ദേശിക്കുന്ന പോലെ എത്തുന്നുണ്ടെന്ന് സംശയമുണ്ട്. എങ്കിൽ പോലും പ്രധാനമായും ഗവേഷണത്തിന് ആവശ്യമായ സ്വതന്ത്ര ബുദ്ധി, അതാണ് ഏറ്റവും പ്രധാന കാര്യം. അത് തീർച്ചയായും പ്രൊഫസർ പസ്ലിത്തിലുണ്ട്. ഒപ്പം തന്നെ അതിനുവേണ്ടുന്ന സഹായങ്ങൾ. ഇപ്പൊ ഞാൻ എൻ്റെ വ്യക്തിപരമായൊരു കാര്യം പറഞ്ഞാൽ, ഒരു പുസ്തകം തന്നുകൊണ്ടാണ് അദ്ദേഹം എൻ്റെ സിനോപ്സിസ് അംഗീകരിക്കുന്നത്. ആദ്യമായി അദ്ദേഹം തന്നെ വാങ്ങിത്തന്നൊരു പുസ്തകത്തിൽ നിന്നാണത് തുടങ്ങുന്നത്. അപ്പൊ അതിൽ വിവിധ അധ്യാപകരെ കാണുക, ഗവേഷകരെ കാണുക, ആർക്കൈവ്സുകൾ സന്ദർശിക്കുക, കേരളത്തിന് വെളിയിലേക്കുള്ള യാത്ര തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം നമുക്ക് പിന്തുണ തന്നുകൊണ്ട് ഗവേഷണത്തെ മുന്നോട്ട് നയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. പസ്ലിത്തിൽ മാഷിനെ കുറിച്ച് ഞാൻ ഒരു ലേഖനം എഴുതിയാൽ ഞാൻ എഴുതുന്ന മിക്കവാറും ഡോക്ടറെ പസ്ലിത്തിൽ ദി പൊളിറ്റിക്കൽ എന്നായിരിക്കും.
കൃത്യമായ രാഷ്ട്രീയ വീക്ഷണങ്ങളും അധ്യാപക മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അധ്യാപക സംഘടനകളുടെ കോർഡിനേറ്റേഴ്സിനായിട്ടുള്ള ഐസക്ടോയിൽ അംഗത്വം, ഇതിലെല്ലാം പങ്കാളിയാണെന്ന് മാത്രമല്ല കൃത്യമായി അദ്ദേഹം പങ്കെടുക്കുകയും അതിൽ ഇത്തരത്തിലുള്ള ആശയങ്ങൾ, പ്രധാന ജനാധിപത്യപരമായ അധ്യാപകരുടേതായ സവിശേഷ പ്രശ്നങ്ങൾ, പൊതുസമൂഹത്തിലെ പ്രശ്നങ്ങളെല്ലാം അവിടെ ഉന്നയിക്കുകയും ചെയ്യുന്നു. തീർച്ചയായും അത്തരത്തിലുള്ള അധ്യാപകർ നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നിന്നും പൊഴിഞ്ഞു പോകുന്നത് ഒരു ശൂന്യതയുണ്ടാക്കും. ആ ശൂന്യത നികത്താൻ ആവുന്ന തരത്തിൽ പുതിയ അധ്യാപകർ അവിടെ എത്തേണ്ടതുണ്ട്, എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും നല്ല ശുഭസൂചനകൾ തന്നെയാണ് കാലടി യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. അത് ഫസ്ലിത്തുൽ മാഷിന്റെ ഒരു ഒറ്റപ്പെട്ട പ്രത്യേകതയല്ല. കാലടി യൂണിവേഴ്സിറ്റിയിലെ തന്നെ ഞങ്ങളുടെ അധ്യാപകരെല്ലാം അത്തരത്തിലുള്ള ഒരു ഫ്രീ തോട്ട്, സ്വതന്ത്ര ചിന്തയ്ക്കും അതുപോലെ തന്നെ അത്തരത്തിലുള്ള വിശാലമായ ജനാധിപത്യ സാമൂഹിക പ്രസ്ഥാനങ്ങളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്നവരാണ്. ആ രീതിയിൽ തന്നെയാണ് അവര് ഒരേ സമയം അക്കാദമിക രാഷ്ട്രീയവും പൊതുരാഷ്ട്രീയവുമെല്ലാം കൈകാര്യം ചെയ്തിരുന്നത്. തീർച്ചയായും ഈ ഓൺലൈനിൽ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലായി സംസാരിക്കാൻ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിന്റെയും MT നാരായണ മാഷിന്റെയും പിരിഞ്ഞുപോക്ക് ഒരു വേദന ഉണ്ടാക്കുന്നുണ്ട്, ഒരു ശൂന്യത ഉണ്ടാക്കുന്നുണ്ട്. ഭാവി കാലത്ത് നമുക്ക് തീർച്ചയായും അത് നികത്തുവാനുള്ള വഴികളുണ്ടാവും. അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ വീണ്ടും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്തരം അവസരം തന്ന യൂണിവേഴ്സിറ്റിയിലെ പരിപാടിയുടെ കോർഡിനേറ്ററെയും നിങ്ങളുടേതായ ഇപ്പോൾ നിലവിലുള്ള സ്റ്റുഡിയസായ ഗവേഷകരെയും വിദ്യാർത്ഥികളെയും എല്ലാം വിദ്യാർത്ഥികളുടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. Anas, thank you, Anas. Now, Dr. Shinoy Jacinth, he's an assistant professor with the Department of History, Malabar Christian College. He also has successfully completed his PhD with the guidance of Dr. MT Narayanan. I invite him to offer felicitation. Thank you, Annie ma'am. Kelkamo. Kelkam. Yes, Kelkam. Okay, ma'am. Thank you for this great opportunity. എനിക്കറിയാം കാലടി സംസ്കൃത സർവകലാശാലയുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുക എന്ന് വെച്ചാൽ എൻ്റെ തറവാട്ടിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ് ഞാൻ അതിൽ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിലേറെ എനിക്കിന്ന് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം, നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് അധ്യാപകരായിട്ടുള്ള ഫസ്ലിത്തുൽ മാഷും അതുപോലെ തന്നെ MT നാരായണൻ മാഷയുടെയും ഈ റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ട ഈ വാലഡിറ്ററി ഫംഗ്ഷനിൽ മാഷ്മാരെ അവരെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് അവരുടെ കീഴിലുള്ള അനേകം റിസർച്ച് സ്കോളർമാരിൽ നിന്നും ഞങ്ങൾ രണ്ടുപേരെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം പകരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതിന് ഞാൻ ഇതിൻ്റെ സംഘാടകരോടുള്ള പ്രത്യേക നന്ദി ഞാനിവിടെ പറഞ്ഞുകൊള്ളട്ടെ. നാരായണ മാഷുമായിട്ടുള്ള എൻ്റെ ബന്ധം എന്ന് പറയുന്നത് എൻ്റെ PhD വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആരംഭിച്ചത്. അദ്ദേഹത്തെ ഞാൻ തിരൂരിലെ സെൻറ്ററിൽ, അന്ന് പഴയ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു, അവിടെ കാണാൻ വേണ്ടി ചെന്ന സമയത്ത് ഞാൻ സത്യത്തിൽ വളരെ ഐ വാസ് ദാറ്റ് മച്ച് എക്സൈറ്റഡ് ടു സീ പ്രൊഫസർ MT നാരായണൻ. ബിക്കോസ് എനിക്ക് അദ്ദേഹത്തിന് കാര്യമായിട്ട് അറിയില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകമൊക്കെ ഞാൻ നെറ്റിൽ നോക്കി അന്ന് സെർച്ച് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ഞാനൊരു വലിയൊരു ഒരു ഹ്യൂജ് ഫിഗറിനെയൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ വളരെ സൗമ്യനായ, ശാന്തനായിട്ടുള്ള, എന്നാൽ അതേസമയം നമ്മളെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായ നാരായണ മാഷ് എന്ന് കാണുകയും അദ്ദേഹം എൻ്റെ സിനോപ്സിസ് വായിക്കുകയും ഇത് കുറച്ച് തികച്ചും വ്യത്യസ്തമായ ഒരു ഇതായതുകൊണ്ട് തന്നെ നീ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും എന്നുള്ളൊരു മുഖവരോടുകൂടിയാണ് അദ്ദേഹം എന്നെ സ്വീകരിക്കേണ്ടായത്. എന്തായാലും തുടർന്ന് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഗവേഷണം നടത്തുകയും അദ്ദേഹത്തിൻ്റെ എല്ലാവിധ സപ്പോർട്ടുകളോടും കൂടി ആ ഗവേഷണം പൂർത്തീകരിക്കാനും എനിക്ക് കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പം ഇവിടെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എത്ര വലിയ കാര്യം ചെയ്തു കഴിഞ്ഞാലും ഒരിക്കലും മെയിൻ ഫ്രെയിമിലേക്ക് വരാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ തന്നെക്കുറിച്ചുള്ള പല കാര്യങ്ങളും വളരെ അതീവമായ രഹസ്യമാക്കി വെക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് MT നാരായണ മാഷ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ എനിക്ക് കഴിഞ്ഞത് വളരെ ചുരുങ്ങിയ ഒരുപാട് കാലം എടുത്തിട്ടാണ് എനിക്കൊരു പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞത്. ഇതിൽ തന്നെ അദ്ദേഹം ഈ അധ്യാപക ജോലിയിലേക്ക് പ്രവേശിക്കുന്നത് കൊല്ലത്തുള്ള TKM കോളേജിലൂടെയാണ്. പിന്നീട് 1998 ഡേറ്റ് ഒക്ടോബർ 15 ആണെന്നാണ് ഞാൻ നോക്കുന്നത്. അദ്ദേഹം ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് മാറുന്നു.
ഏകദേശം 23 വർഷത്തോളം അദ്ദേഹം ഈ യൂണിവേഴ്സിറ്റിയുടെ പല സെന്ററുകളിലും മെയിൻ സെന്ററുകളിലും ഒക്കെ ആയിട്ട് തൻ്റെ അധ്യാപന വൃത്തി പൂർത്തിയാക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനെ വ്യത്യസ്തനാക്കുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പുസ്തകം തന്നെയാണ്. അഗ്രേറിയൻ റിലേഷൻസ് ഇൻ ലേറ്റ് മിഡീവിയൽ മലബാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം ഡൽഹിയിൽ നിന്ന് നോർത്തേൺ ബുക്സ് പബ്ലിഷ് ചെയ്തു. 2003 പബ്ലിഷ് ആയതുണ്ടായത്. ആ ഒരു കാലഘട്ടത്തിൽ വളരെയധികം ചർച്ചകൾക്ക് തുടക്കമിട്ട ഒരു പുസ്തകമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ അഗ്രേറിയൻ റിലേഷൻസ് ഇൻ ലേറ്റ് മിഡീവൽ മലബാർ. ആ ടൈറ്റിൽ തന്നെ ആ പുസ്തകത്തിൻ്റെ പ്രത്യേകത നമ്മൾക്കറിയാം. പ്രത്യേകിച്ച് ഇന്ന് നമുക്കറിയാം ഈ ഭാഗങ്ങളിൽ, അതായത് ലേറ്റ് മിഡീവൽ മലബാർ എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെ അദ്ദേഹം അവിടെ അവതരിപ്പിക്കുകയാണ്. കേരള ചരിത്രത്തിലും അതുപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററിയിലും നമ്മൾക്കിത് പരിചിതമാണ്. പക്ഷെ മലബാർ എന്ന് പറയുന്ന ആ ഒരു പൊളിറ്റിക്കൽ ഡിവിഷൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ അതിനെ ഇങ്ങനെ ഒരു ലേറ്റ് മിഡീവലിലേക്ക് പ്രതിഷ്ഠിക്കുകയും അവിടെ നടന്നിട്ടുള്ള, അതായത് കൊളോണിയലിസത്തിന് തൊട്ട് മുമ്പ് നടക്കുന്ന പ്രക്രിയകളെ മനസ്സിലാക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമം എന്നുള്ളത് വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് എൻ്റെ സുഹൃത്തായുള്ള അഭിലാഷ് ഇപ്പം ഏർലി മോഡേൺ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു ഭാഗമുണ്ട്. അത് ഒരുപക്ഷെ മാഷ് നിർത്തിയിടത്തു നിന്നുള്ള ഒരു ആരംഭമായിരിക്കാം എന്ന് ഇവിടെ തോന്നുന്നു. എന്തായാലും അത് രണ്ടും ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുസ്തകം എനിക്ക് തോന്നുന്നത്, ഇപ്പൊ ഞാൻ ദിനേശ മാഷായിട്ട് സംസാരിക്കുകയുണ്ടായി ഈ പുസ്തകമായിട്ട് തന്നിട്ട്. അപ്പം മാഷ് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ബുക്ക് റീപബ്ലിഷ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് എന്നും കണ്ണൂരിൽ നിന്നും മറ്റുമാണ് അത് റീപബ്ലിഷ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയുന്നത്. എന്തായാലും അത് ഇനിയുള്ള ഗവേഷണങ്ങളിൽ, പ്രത്യേകിച്ച് കേരള ചരിത്രവും മലബാറിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളിൽ ഈ പുസ്തകം വലിയൊരു മുതൽക്കൂട്ടാവും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പം 1-2 കാര്യങ്ങൾ കൂടി എനിക്ക് മാഷിനെ കുറിച്ച് പറയാം. സത്യത്തിൽ സംഘാടകർ അല്ലെങ്കിൽ എൻ്റെ അധ്യാപകർ എനിക്ക് അനുഭവിച്ചിട്ടുള്ള സമയം 3 മിനിറ്റ് ആണെങ്കിലും MT നാരായണൻ മാഷിനെ കുറിച്ച് എനിക്ക് പറയാൻ അത് പോരാ എന്നുള്ളതാണ് ഒരു സത്യം. എന്നാലും ഞാൻ ചുരുക്കാം, ബിക്കോസ് ഓഫ് ദിസ് പോസിറ്റീവ് ഓഫ് ടൈം. അദ്ദേഹം സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസിന്റെ സെഷണൽ പ്രസിഡന്റ് ആയിരുന്നു. ഈ സമയത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തഞ്ചാവൂരിലെ കുണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്ന സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസിൽ അദ്ദേഹം ഒരു പേപ്പർ ചെയ്തിരുന്നു. ഖാദിയെ കുറിച്ചാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പേപ്പറാണ്. അത് അന്ന് സെഷണൽ പ്രസിഡന്റിന്റെ വോള്യൂമായിട്ട് അത് ഇറങ്ങിയിരുന്നു. എപ്പോഴെങ്കിലും ആർക്കെങ്കിലും അത് വായിക്കാനുള്ള അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വായിക്കണം. വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ പങ്കുവച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിളായിരുന്നു. അതുപോലെ തന്നെ കേരള ഹിസ്റ്ററി കോൺഫറൻസുമായിട്ടും അദ്ദേഹം സഹകരിച്ച് പ്രവർത്തിക്കുകയുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ മുൻകാല ഗവേഷണം കുറുപ്പ് സാറിന്റെ കീഴിലാണ് അദ്ദേഹം പൂർത്തിയാക്കിയത്. അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു കാര്യം ഞാൻ കേട്ടത് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലെ തന്നെ ആദ്യത്തെ GRFകളിൽ ഒരാളായിരുന്നു MT നാരായണൻ മാഷ് എന്ന് പറയുന്നത്. അദ്ദേഹത്തോടൊപ്പം തന്നെയാണോ അദ്ദേഹം കഴിഞ്ഞിട്ടാണെന്നതിലും അതോടൊപ്പം സനൽ മാഷും ഉണ്ടായിരുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു അതുല്യ പ്രതിഭയാണ്. വളരെ വ്യത്യസ്തമായ വഴികളിലൂടെ സഞ്ചരിക്കുന്നത്, എന്നാൽ ആരവങ്ങളില്ല, ആവേശങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ ഇതായിട്ട് തൻ്റെ വഴിയിലൂടെ മാത്രം സഞ്ചരിച്ച് പുതിയ വഴികൾ തുറക്കുന്ന ഒരു വ്യക്തിയാണ് പ്രൊഫസർ MT നാരായണൻ. അദ്ദേഹത്തോടുള്ള എൻ്റെ അഗൈതവുമായ നന്ദി കൂടെ ഞാൻ ഈ സമയത്ത് ഇവിടെ അർപ്പിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. പക്ഷേ ഞാൻ പറയുന്നു, അദ്ദേഹം റിട്ടയർ ചെയ്യുന്ന ജോലിയിൽ നിന്നും അദ്ദേഹം റിട്ടയർ എന്ന് പറയുന്നില്ല. ശങ്കരാചാര്യയുടെ പരിസരത്ത് നിന്നും അദ്ദേഹം ഒരു റെഗുലറായിട്ട് ഇനി വരില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ വഴികൾ എന്ന് പുതിയ ഗവേഷണ മേഖലകളിൽ അദ്ദേഹം തീർച്ചയായിട്ടും കടന്നു പോകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിനായിട്ടുള്ള എല്ലാ ആശംസകളും അദ്ദേഹത്തിന് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട പസ്ലിത്തിൽ മാഷോടും അനശേട്ടൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതലായിട്ടൊന്നും പറയാത്തത്. മാത്രമല്ല, ഞങ്ങൾ ഇപ്പോഴുള്ള ഞങ്ങളുടെ സംഘടനാപരമായ കാര്യങ്ങളിലൊക്കെ നിരന്തരമായിട്ട് പസ്ലിത്തിൽ സാറുമായിട്ട് സംസാരിക്കാറുള്ളതാണ്. അപ്പം അദ്ദേഹത്തിനും ഞാൻ എല്ലാ വിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. താങ്ക് യു. Thank you, Shinoy, for sharing those memories and those loving words. And now I invite Dr. Susan Thomas to offer felicitation. Thank you, Annie. Can you hear me? Yes, sure, Susan. Sorry for the initial technological issue. I'm not switching on my videos because my connectivity and technology is slightly in problem. My apologies. Honorable Vice Chancellor of the University, Professor Dharmaraj PK, Professor G. Arunima, Director, Kerala Council of Historical Research, my dear colleagues, especially Professor Paslathil and Dr. MT Narayan, and dear students. As I go down the memory lane, I remember
are coming together in 1998 to be part of this university and the Department of History. Both the students and our colleagues now, Anas and Shinoy, has in detail told us about their contributions and their talents. In building up this department, both MT and PUZZLE, as we call them, had played a very crucial role, especially as seniors. Each of us at the department have a very warm personal relationship with both of them. And both of them have been at the helm of affairs at Carlady, steering the department at different periods of time. And if we can proudly say, as Abhilash also said, that we rank among one of the best history departments of the state, it is definitely because of their contributions too. The special quality that Pasulathil has in carrying the department together and his skills in administration has contributed smoothly for the working of the department in these past years. In fact, having been actively involved in the NAC related work with him, I was able to observe at close quarters his administrative skills and his trademark democratic leadership style. In fact, he is not only at helm of the affairs at the department, but also has an additional charge of the planning department, a department that is very crucial in the growth, especially the future growth of the university. As an expert in the modern period of Kerala history, he is in the forefront of organizations like FUTA that play a very important role, not just in the welfare of the teaching fraternity, but as Professor Arnima said, he is also in the forefront, along with the organization, in raising issues related to the times and questioning a lot of things. He is now the syndicate member of the Sri Narayana Open University, and his wealth of experience will contribute, I'm sure, towards the building of that newly found university. Let me go on to MT. The man behind this acronym is someone who is very close to the hearts of both teachers and students of the department. Currently heading our Payyanur Center, he is a person who has always been pleasant. So it's always his smiling face that comes to one's mind when we remember him. He's a go-to person to most of us, an expert to whom students and us turn for matters relating to medieval Kerala history. Even though MT is stationed at the far-off Payyanur Center, he would always be there, reaching Kaladi for meetings and other official matters, even at short notices, in fact, traveling the whole night, sometimes without confirmed tickets. And it is this meticulousness that is the hallmark in all that he undertakes. And knowing him, I know he will be even more active and busy in academic scene after this tenure of his. In fact, both these professors are role models to us in how to be towards fellow colleagues and students, the interpersonal skills, thinking from the side of the students, always being with them, for them, and most importantly, keeping their welfare close to their hearts and minds always. And that was very evident in what Shinoy and Anas just told us about. In fact, they were both exponents of a democratic style of leadership. For them, teaching was not just a career or a profession, but a passion, a calling, which is why I guess they are even now very young at heart. As I conclude, PUZZLE, MT, here's wishing you both a very active period in your life, doing all the things that you always wanted to do and wished to, but had to keep postponing or pending due to your other responsibility.
to explore new horizons. May sky be your limit. Best wishes and looking forward for continued association. Thank you so much for all that you've done to us and to the department. Thank you. Thank you, Susan. Now it's time for a kind of a words of reply. I request Professor Paslithil to say a few words as response and reply. Professor Paslithil? So your mic. Hello, Professor Paslithil? Hello, sir. Hello, sir. Hello, Professor Paslithil. Can you hear me? Hello, sir. He's there in the meeting, but I think he's not able to hear me. I think he's facing the same problem as I did. I could hear you people, but you were not able to hear me back. Yeah, he was telling me that there is some problem. He's in Kollam. He's at his native place. He was telling me there was some problem. Maybe he should sign in again. But Yes, that's what I did. I signed in from my phone after that. It worked. He's there. His mic is on. Yes, Kelkam. Okay. Thank you so much. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ കണക്ടിവിറ്റിക്ക് ഒരു ചെറിയ പ്രോബ്ലം വന്നു, അതുകൊണ്ടാണ് താമസിച്ച് ഞാനിപ്പോൾ വേറൊരു ഫോണിലൂടെ കയറി ആണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. എന്നെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്കെല്ലാം നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ എന്താണ് പറയേണ്ടതെന്ന് ഈ ആലോചിച്ച് വെച്ചിരുന്നതെല്ലാം മറന്നുപോയി, പെട്ടെന്ന് കണക്ടിവിറ്റി പോയതുകൊണ്ട്. വാസ്തവത്തിൽ ഈ ഡിപ്പാർട്ട്മെന്റിൽ ഒരു 6 മാസം മുമ്പ് ഒരു വലിയ സെമിനാർ സീരീസ് ഇതുപോലെ സംഘടിപ്പിക്കുകയുണ്ടായി. പിന്നീട് ഒന്നുകൂടി ഇങ്ങനെ സംഘടിപ്പിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചല്ല. വാസ്തവത്തിൽ ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകരുടെ സഹകരണവും പ്രത്യേകിച്ച് ഷീബ ടീച്ചറുടെ ഒരു താല്പര്യവും അവരുടെ ഒരു എഫേർട്ടും കൊണ്ട് മാത്രമാണ് ഇത് ഫുൾഫിൽ ചെയ്യാൻ കഴിഞ്ഞത്. ഇത്രയും ദിവസം നീണ്ടു നിന്ന ഒരു 15 ലെക്ചർ സീരീസ് കേരളത്തിന്റെ ചരിത്രത്തിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് ഉള്ള ലെക്ചറിങ്ങും അതുപോലെ ഇന്ററാക്ഷനും ഇതെല്ലാം കേട്ട് നമ്മുടെ വിദ്യാർത്ഥികളും എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഒരു മറുപടി പ്രസംഗം ഞാൻ നടത്തുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം. 46 പേര് ഇപ്പോഴത്തന്നെ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഞാൻ നീട്ടുന്നില്ല. എന്നെക്കുറിച്ച് സംസാരിച്ച പ്രൊഫസർ അരുണിമ, അതുപോലെ വൈസ് ചാൻസലർ, അതുപോലെ ആനി, അതുപോലെ സൂസൻ, മറ്റെൻ്റെ അധ്യാപക സുഹൃത്തുക്കൾ, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. എന്നോടുള്ള സ്നേഹവും നന്ദി നിങ്ങൾ പ്രകടിപ്പിച്ചതിന് വളരെ ഏറെ നന്ദിയുണ്ട്. വാസ്തവത്തിൽ എൻ്റെ ബലവും ശക്തിയും എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്തുക്കളും വിദ്യാർത്ഥികളുമാണ്, നിങ്ങളുടെ സ്നേഹമാണ്. ഞാൻ ആരെങ്കിലും ആയി തീർന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സഹകരണവും നിങ്ങളുടെ സ്നേഹവും കൊണ്ട് മാത്രമാണ്. സംഘടനയിലായാലും ഒരു അധ്യാപകനായാലും ഒരു HOD ആയിട്ടും എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞതെന്ന് ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു. എൻ്റെ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനി ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ എൻ്റെ പ്രിയ സുഹൃത്ത് MT നാരായണൻ ഇതിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. തീർച്ചയായും അദ്ദേഹത്തിനും എല്ലാ ഭാവങ്ങളും എല്ലാ ആയുരാരോഗ്യവും നേരുന്നു. അദ്ദേഹത്തെക്കുറിച്ചും നല്ല വാക്കുകൾ പറഞ്ഞ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പേരിൽ ഞാൻ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇവിടെ വാങ്ങുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. We'll surely miss you. So it's meeting is going to over. It's time for thanking everyone.
I invite Dr. Shiva KM, Professor, Department of History, and the coordinator of this conference, without whose tireless efforts this conference could not have been possible, to propose the vote of thanks. Over to you, Shiva. Thank you, Annie. Thank you so much. Thank you all. Good evening and a very warm welcome to this concluding session of the conference, the 7-day online national conference to honor retiring professors, Professor Pasalathil and Dr. Narayanan, Critique and Construction, Contemporary Writings on Kerala, conducted by the Department of History from 24 February to 13 March, a series of 15 lectures stretched over 18 days to form a 7-day conference in online context. It's a mathematical game actually. Tried to showcase the research that has been done mostly in the past 2 decades that have significantly changed our perceptions about Kerala's pasts. The last international workshop on sensing the past, archival searches and thematic departures that we organized in October 2020 had tried to foreground the scholarship of path-breaking historians and social scientists who painstakingly paved the way for developing research, bringing forth new data and pursuing fresh themes of inquiry. We continued from there, and through the course of the 15 lectures just concluded, we could listen to some exceptional scholars of the younger generation who have enriched historical research on Kerala in more ways than one. There was a running thread of urging explorations in dispersed directions using multiple methodologies and in pursuing aspects of the past through organic, everyday investigations. Let me at the outset thank them for the time, commitment, and erudition that they graciously shared with us to make this conference a very inspiring and stimulating one. Dr. Abhilash Malel, my dear colleague, has welcomed this gathering, and I thank him happily for this. Professor P.K. Dharmaraj, Honorable Vice Chancellor of the University, despite his busy schedules, readily agreed to grace this occasion with his presence and has shared his thoughts with us. Thank you, sir, on my personal behalf and on behalf of the department. Professor G. Arunima, Director, Kerala Council for Historical Research, has been kind enough to spare her time and share this platform with us through her valedictory speech. She has rightly pointed out the responsibilities awaiting each student of history to carry on research that will make a difference in our times. She had been a valuable presence in the international workshop that we organized last October through her brilliant presentation, and I'm very happy that she could join us at this moment of concluding this conference. KCHR has been a constant support for many academic initiatives of the department, and it is with deep gratitude that I mark her presence here. Thank you. I take this opportunity to thank Dr. Susan Thomas, my dear colleague, for her well-stated words of recollection of both the professors, and to Dr. Shinoy Jacinth, Assistant Professor of Malabar Christian College, and Dr. Anas, Assistant Professor of Farooq College, both of whom are alumni of the department, for drawing out the profiles of the retiring professors so significantly. The National Conference has been a humble attempt to honor the retiring professors, Professor A. Pasalathil and Dr. M.T. Narayanan, as they shift to newer terrains of varied endeavors on their retirement. On behalf of the department, I not only wish them a renewed academic and social life to continue to adorn leadership roles as they have done so far, but also thank them for the dynamic services they render to the department to all our colleagues here. This conference has been made possible through concerted and committed efforts of the coordination team, comprising of faculty members, research scholars, and postgraduate students who managed ever so many issues behind the scenes. There were numerous challenges ranging from connectivity glitches to pressures of pending assignment and thesis submissions to getting ready for the impending NAC visit to the university, and the most critical one being of COVID, where we missed the lecture of one speaker. In the middle of the conference, we were left stressed as two researchers, Blesson and Sudhi, who were managing the technical aspects, tested positive for COVID. It was their unfailing commitment to continue to work for the conference, even when their bodies went through immeasurable pain and ill health, that has helped the conference survive the crisis. Any words to thank the coordination team would therefore be understatements of gratitude, and I cherish the great feeling of togetherness and spirit of academic purpose that it has generated. The life of a conference is in the participation, and I'm extremely honored to record my appreciation to all the participants for their unstinting support, regular presence, and intellectually stimulating interventions.
Heartfelt gratitude to you all, and here's hoping we can meet you again for the next initiative. Last but not to be left out is the name of Devahar Vijayan, research scholar at the Department of Sanskrit Sahitya, Sri Shankaracharya University, who beautifully designed the posters for this conference, which has won considerable appreciation in its circulation. I sign off thanking you all once again for making this conference and this evening memorable. Thank you. So thank you, Shiva. So the conference is officially over. Thank you very much. Thank you.